ഞാൻ ഷാജു മുല്ലൂർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തൽ തുടർന്നുള്ള വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാലോ? ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ധാരാളം തിന്നിട്ടുള്ളതാണ്. ഇതാണ് ചാമ്പയ്ക്ക. അറിയാലോ, ഇത് ചാമ്പയ്ക്ക. ഈ ചാമ്പയ്ക്ക അല്പം മുളകൊക്കെ തേച്ച് അരിഞ്ഞിട്ട് അല്പം മുളകും ഉപ്പൊക്കെ തേച്ചിട്ട് തിന്നിട്ടുള്ളത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇത് പഴുത്ത് തൊടുത്ത് ചാമ്പമരത്തിൽ നിൽക്കുന്നത് ആർക്കും മറക്കാനാവാത്തൊരു സംഗതി തന്നെയാണ്. പ്രത്യേകിച്ചും ചെറുപുളിയോട് കൂടിയിട്ടുള്ള ചാമ്പയ്ക്കയാണ് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ചാമ്പ എന്ന ചെറുവൃക്ഷം അതുണ്ടാകുന്നത് മാതൃസസ്യത്തിൽ നിന്നും വീഴുന്ന കുരുക്കൾ മുളച്ചിട്ടാണ്. കുരുക്കൾ മുളച്ചിട്ടുണ്ടാകുന്ന ചാമ്പ അതിൻ്റെ കായ്ഫലത്തിലെത്താനായിട്ട് ഒരു 5-6 വർഷം വേണ്ടി വരും. എന്നാൽ എയർ ലെയറിങ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് ഇത് നന്നായിട്ട് കായ്ക്കും. അധികം സംരക്ഷണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ചാമ്പ. നട്ട് തൈ വളർച്ചെത്തിക്കഴിഞ്ഞാൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും അതിൻ്റെ ചുവട്ടിലുള്ള ഇരുഭാഗങ്ങളിലുമുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി അടങ്ങിയിട്ടുള്ള ജൈവവളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നല്ലതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ചാമ്പയെ സംബന്ധിച്ചിടത്തോളം ജലം എളുപ്പം വാർന്നു പോകുന്നതും എന്നാൽ ഈർപ്പം നിലനിൽക്കുന്നതുമായിട്ടുള്ള മണ്ണാണ് ആവശ്യം. നല്ല സൂര്യപ്രകാശവും ഇതിന് വേണം. എങ്കിൽ മാത്രമേ ചാമ്പ തുടർച്ചയായിട്ട് വളരുകയും നല്ല ഫലം തരികയും ചെയ്യുള്ളൂ. ചാമ്പ പൂവിടുന്ന സമയത്ത് ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ കായ്കൾക്ക് വലുപ്പം ഉണ്ടാവുള്ളൂ. നല്ല തുടുതുടുപ്പും വലുപ്പവും ഒക്കെ ഉണ്ടാവുള്ളൂ. ആ തുടുതുടുപ്പും വലുപ്പവും ഒക്കെയുള്ള കായകൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. നമുക്കപ്പോൾ ചാമ്പ നടുന്നത് എങ്ങനെയാണ്, ചാമ്പ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻ്റെ അടുത്തുള്ള ഒരു ചാമ്പയാണ്. ഈ ചാമ്പയുടെ ചുവട്ടിലെ നമുക്ക് കുറേ ഇലകളൊക്കെ ചുവട്ടിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റിയിട്ട് പുറത്തേക്ക് നമുക്ക് എടുക്കാം. പൊതയിട്ട് കൊടുത്തതാണ്. ഇതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ധാരാളം കായ്കൾ ഉണ്ടാവുള്ളൂ, പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊന്ന് ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട്, അപ്പോൾ മണ്ണൊക്കെ ഇളകിയിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇലകളെല്ലാം ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ജൈവവളം, ചാണകപ്പൊടി അടങ്ങിയിട്ടുള്ള ജൈവവളം നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ജൈവവളം കുറച്ച് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജൈവവളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ കുറച്ച് കരിയില കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അത് കരിയില പൊടിച്ചതാണ് ഏറ്റവും നല്ലത്, കൃത്യമായിട്ട് പൊടിച്ചിട്ടുള്ള കരിയില. അപ്പോൾ ഇത് ജൈവവളം പാകത്തിനായിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കരിയില കമ്പോസ്റ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് കരിയില പൊടിച്ചതാണ്, വെറുതെ കരിയില ഉണക്കി പൊടിച്ചത്, വേറെ ഒന്നും ഇതിലില്ല. ഈ കരിയില നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ കരിയില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കരിയില ഇട്ട് കൊടുക്കുന്നത് 2 ഗുണമുണ്ട്. ഒന്ന്, വേരുകൾ എളുപ്പത്തിൽ വളരാനും ഈർപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കും. ഞാൻ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കരിയില ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നേരത്തെ ഇതിൽ നിന്നും എടുത്തിട്ടുള്ള അതേ കരിയില തന്നെ നമ്മൾ പൊതയായിട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, നേരത്തെ എടുത്തിട്ടുള്ള കരിയിലയാണ്. ഈ കരിയില നമ്മൾ ഇതിൻ്റെ മീതേക്ക് പൊതയായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ധാരാളം പൂവുണ്ടാവുകയും കായുണ്ടാവുകയും ഒക്കെ ചെയ്യുള്ളൂ. പൊതുവെ കീടശല്യം കുറവായ ചാമ്പയ്ക്ക് ഇലകരിച്ചിലാണ് സാധാരണ കാണപ്പെടുന്ന രോഗം. ജൈവ കീടനാശിനി തെളിച്ച് ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ജൈവ NPK വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കായകളുടെ വലിപ്പവും തുടിപ്പും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കും. ഇതിന് പല പേരുകളും ഈ ചാമ്പയ്ക്കുണ്ട്. ജന്മദേശം മലയാണ് ചാമ്പയുടെ. ചാമ്പയ്ക്ക, ചാമ്പങ്ങ, ജാമ്പങ്ങ, തമിഴിൽ ചാമ്പക്കാവിൻ,
കന്നഡയിലെ കാംബാക്കാന, ഇംഗ്ലീഷിൽ ആപ്പിൾ റോസ്. ഇത് മിസ്റ്റാക്കെ എന്ന കുടുംബത്തിൽപ്പെട്ടതാണ്. ശാസ്ത്രനാമം ഫിസിഗം ജാംബോസ് എന്നാണ്. തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ ഇത് തോട്ടങ്ങളായി വളർത്തുന്നുണ്ട്. ചാമ്പയ്ക്ക കുരുവുള്ളതും ഇല്ലാത്തതുമുണ്ട്. കടും പച്ച, ഇളം പച്ച, ചുവപ്പ്, റോസ് അഥവാ പിങ്ക്, മെറൂൺ, വെള്ള എന്നിങ്ങനെ പല നിറത്തിലുമുണ്ട്. കശുമാങ്ങയുടെ വലുപ്പത്തിൽ കാണപ്പെടുന്ന മെറൂൺ പോലുള്ളവയെ കശുമാങ്ങ ചാമ്പ എന്ന് വിളിക്കാറുണ്ട്. നല്ല ജലാംശമുള്ള ഫലമാണ് ചാമ്പയ്ക്ക. ശരീരത്തെ തണുപ്പിക്കുന്നതിനും ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിയും. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഒന്ന് നോക്കാം അല്ലേ. ചാമ്പയ്ക്കയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഫൈബർ, പ്രോട്ടീൻ, അയൺ, കാൽഷ്യം, ജംബോസിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ജംബോസിൻ എന്ന ആൽക്കലോയിഡ് സ്റ്റാർച്ചിനെ പഞ്ചസാരയാക്കി മാറ്റും. അതോടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പ്രമേഹ രോഗികൾ ധാരാളം ചാമ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് പ്രമേഹ രോഗികളോടെല്ലാം ചാമ്പയ്ക്ക കഴിക്കാനായിട്ട് നമുക്ക് ഉപദേശിക്കാം. വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. സൂര്യാഘാതം ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് ചാമ്പയ്ക്ക കൊണ്ട് സാധിക്കും. ചർമ്മത്തിലെ ചുളിവുകളെ കുറച്ച് പ്രായാധിക്യ ലക്ഷണങ്ങളെ ചെറുക്കാൻ ചാമ്പയ്ക്ക സഹായിക്കും. ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ആയി പ്രവർത്തിക്കാൻ ചാമ്പയ്ക്കയ്ക്ക് കഴിവുണ്ട്. അയൺ, കാൽഷ്യം തുടങ്ങിയവ അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. അസ്ഥികൾക്ക് ബലം നൽകുന്നു. വൈറ്റമിൻ സി പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. ചാമ്പയ്ക്ക കഴിക്കുന്നതിലൂടെ കണ്ണിലെ സമ്മർദ്ദം കുറയുകയും ഹ്രസ്വദൃഷ്ടി, തിമിരം എന്നിവയ്ക്കുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. ഹൃദയാഘാത, പക്ഷാഘാത സാധ്യതകൾ കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട്. സ്ഥിരമായി ചാമ്പയ്ക്ക കഴിച്ചാൽ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത എന്നിവ കുറയുമത്രേ. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ക്യാൻസർ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. നോക്കണേ ചാമ്പയ്ക്കയുടെ ഓരോ ഗുണങ്ങൾ. ഉണക്കിപ്പൊടിച്ച ചാമ്പയ്ക്കക്കുരു ആസ്മ, തിമിരം എന്നിവയ്ക്ക് പരിഹാരമാണ്. ഇത് വയറിളക്കം, അതിസാരം എന്നിവ കുറയ്ക്കുന്നതാണ്. ചാമ്പപ്പൂക്കൾ പനി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ചാമ്പയ്ക്ക ഉപയോഗിച്ച് ജ്യൂസ്, വൈൻ, ജെല്ലി, അച്ചാർ എന്നിവ ഉണ്ടാക്കുന്നുണ്ട്. ചാമ്പക്ക ജ്യൂസ് വൃക്കയിലും കരളിലും അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ പുറന്തള്ളും. അപ്പോൾ എന്തുകൊണ്ടും ചാമ്പയ്ക്ക തിന്നുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഇത് അത്യുത്തമമാണ്. ഇനി ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കാണെങ്കിൽ അതിലും നല്ലതാണ്. ഇങ്ങനെ പല രീതിയിലും ചാമ്പയ്ക്ക കൊണ്ടുള്ള ഉപയോഗങ്ങളുണ്ട്. ചാമ്പയ്ക്ക കഴിക്കുന്നതിലൂടെ ചർമ്മത്തിലെ ചുളിവുകൾ കുറയുകയും പ്രായാധിക്യ ലക്ഷണങ്ങൾ ചെറുക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും പഴുത്ത് തുടുത്ത ചാമ്പയ്ക്ക ആർക്കാണ് കഴിക്കാതിരിക്കാൻ തോന്നുന്നത്? നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളിൽ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഏറ്റവും മികച്ചു തന്നെയാണ് ചാമ്പയ്ക്ക എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവല്ലോ. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.